നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കോഡ് MCN301 അതാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പിന്നെ വളരെ എളുപ്പമുള്ളൊരു വിഷയമാണ്, നോൺ ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ 8ലും 9ലും 10ലും ഒക്കെ പഠിച്ച കുറച്ച് ജോഗ്രഫി ഒക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരുന്നത്. ഈസിയാണ്. അപ്പോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് എർത്ത്, അതായത് നമ്മുടെ ഭൂമിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളെ സിലബസ് നോക്കിയാണെങ്കിൽ ലിതോസ്ഫിയർ എന്താണെന്നൊക്കെ നമുക്കറിയാം. ലിതോസ്ഫിയർ എന്ന് വെച്ചാൽ കല്ലുകളെ കുറിച്ച്, അതിന്റെ റോക്സ്, സോയിൽസ്, ഇതിനൊക്കെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമുക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിനെ കുറിച്ച്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫുൾ ഭൂമിയെ കുറിച്ച്, നമ്മുടെ എർത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ എർത്തിന്റെ വെതർ, പിന്നെ സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചുഴലിക്കാറ്റുകള്, അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ്, അതൊക്കെ. ഇതാണ് നമ്മുടെ സിലബസ് വരുന്ന ഫസ്റ്റ് മൊഡ്യൂളിന്റെ. ദെൻ നമുക്ക് വരുന്നത് ഇന്ത്യൻ മൺസൂൺ, നമ്മുടെ മഴക്കാലം. പിന്നെ അതിൽ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ വെള്ളം, അതായത് നമ്മുടെ ഓഷ്യൻസ്, ലേക്സ്, റിവേഴ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് വേരിയസ് സിസ്റ്റംസ് ഓഫ് എർത്ത്, അതായത് നമുക്ക് പലതരത്തിലുള്ള 4 സബ് സിസ്റ്റംസ് ആണ് നമ്മുടെ എർത്തിലുള്ളത്. അപ്പം സബ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂമിയിൽ നമ്മളെ പാറക്കൂട്ടങ്ങളുണ്ട്, അതിന്റെ മേലിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഓരോന്നിനെയും ഓരോ സബ് സിസ്റ്റം ആക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് പോർഷൻസ്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ലിതോസ്ഫിയർ ആണ്. ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്തുവാണ്, കല്ലും മണ്ണും ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ. അപ്പൊ നോക്കിയേ, ദ ലെയർ വിച്ച് കണ്ടെയ്ൻ റോക്സ്, സോയിൽസ് ആൻഡ് മിനറൽസ്, അല്ലെ? ലെയർ വിച്ച് കണ്ടെയ്ൻ റോക്സ്, സോയിൽസ് ആൻഡ് മിനറൽസ് ആണ് എന്തെന്ന് പറയുന്നത്, ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ എന്തുവാണ്, ഇറ്റ് ഈസ് ഔട്ടർ ലെയർ ഓഫ് ദി എർത്ത്, എർത്തിന്റെ ഒരു പുറമേ കാണുന്ന ഒരു ഭാഗം. നമുക്ക് തന്നെ അറിയാം, കല്ലും മണ്ണും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് എവിടെയാണോ ഉള്ളതെന്നൊക്കെ നമുക്കും അറിയാം. അപ്പൊ ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ റോക്കും സോയിലും മിനറൽസും ഒക്കെ ചേർന്നതാണ്. ഈ മിനറൽസുകൾ ചേർന്നാണ് റോക്ക് ഉണ്ടാകുന്നത്, ഈ റോക്ക് പൊടിഞ്ഞിട്ടാണ് സോയിൽ ഉണ്ടാകുന്നത്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെന്തുവാണ്, ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ലിതോസ്ഫിയർ. അപ്പൊ ക്രസ്റ്റ് എന്താണ്, മാൻഡിൽ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഒരു ഔട്ടർ ഭാഗം. നമുക്കൊരു കോറുണ്ട്, മാൻഡിലുണ്ട്, ക്രസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ലിതോസ്ഫിയർ. അതിൽ ക്രസ്റ്റും മാൻഡിലും കൂടി ചേർന്നതാണ് ഈ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക്, അപ്പൊ അതാണ് ഒന്നാമത്തെ സബ്സിസ്റ്റം, ലിതോസ്ഫിയർ ആണ്. ഇനി രണ്ടാമത്തെ സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തുവാണ്, അറ്റ്മോസ്ഫിയർ ആണ്, അന്തരീക്ഷം. നമ്മൾ കാണുന്നതാണ്. നമുക്ക് അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അതിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനിൽ കൂടിയാണ് നമ്മൾ ശ്വസിക്കുന്നത്. പിന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഫോട്ടോസിന്തസിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഫോട്ടോസിന്തസിസ് ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അറ്റ്മോസ്ഫിയർ ആണ് രണ്ടാമത്തെ സബ്സിസ്റ്റം. അപ്പൊ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ ദ ലെയർ വിച്ച് കണ്ടെയ്ൻ ഓൾ ദി ഗ്യാസസ് പ്രസന്റ് ഓൺ ദി എർത്ത്. അപ്പൊ നമുക്ക് എർത്തിൽ എന്തൊക്കെ ഗ്യാസസ് ഉണ്ടോ അതെല്ലാം എവിടെയാണുള്ളത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണുള്ളത്. അപ്പൊ നൈട്രജൻ ആവട്ടെ, ഓക്സിജൻ ആവട്ടെ, ആർഗൺ ആവട്ടെ, എന്തോ വന്നാലും അത് എവിടെയാണുള്ളത്, അറ്റ്മോസ്ഫിയറിലാണുള്ളത്. അപ്പൊ നമ്മൾ ഈ ഗ്യാസസ് എല്ലാം എമിറ്റ് ചെയ്യുന്നത് എങ്ങോട്ട് തന്നെയാണ്, അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെയാണ്. ഇനി അടുത്ത എന്തുവാണ്, ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ദ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. അതെ, നമ്മുടെ കാലാവസ്ഥ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്, അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്ട് കൂടുമ്പോൾ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് നമ്മുടെ മഞ്ഞുരുകുന്നു, അപ്പോ നമ്മുടെ വെള്ളം ഉയരുന്നു, കാലാവസ്ഥ ഫുള്ള് മാറുന്നു, അടിക്കടിക്ക് മഴ വരുന്നു. ഇപ്പൊ ഉണ്ടാവുന്ന പ്രളയങ്ങളെല്ലാം കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ സൂചനയാണ്. നമ്മുടെ ഭൂമിയുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും എല്ലാം കാരണം ഉണ്ടാകുന്നതാണ്. അപ്പൊ അതെല്ലാം പ്രതിഫലിക്കുന്നത് എവിടെയാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ് ഈ ഗ്യാസസ് എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി അടുത്ത് എന്താണ്, ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ. ഈ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ തരംതിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ട്രോപോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇപ്പൊ നമ്മുടെ ഭൂമിയെ എടുക്കുവാണെങ്കിൽ ഇവിടെ ഉള്ളത് ട്രോപ്പോസ്ഫിയർ, അതിന് മേലെയുള്ള സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ ഒക്കെ കാണുന്നു. അതിന് മേലുള്ളത് മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആണ് പുറത്തോട്ട് എക്സോസ്ഫിയർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അടുത്ത സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, വെള്ളം.
വെള്ളമുള്ള പോർഷൻസിന് വെള്ളമൊക്കെ ഉള്ളതാണ് ഹൈഡ്രോ. ദ ലെയർ വിച്ച് കണ്ടെയ്ൻ ഓൾ ദ വാട്ടർ റിസോഴ്സസ് പ്രസന്റ് ഓൺ ദ എർത്ത്. നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ വാട്ടർ റിസോഴ്സ് ഉണ്ട്, സമുദ്രമുണ്ട്, പിന്നെ ലേക്കുകളുണ്ട്, റിവർ ഉണ്ട്, അങ്ങനെ എന്തൊക്കെ വാട്ടർ റിസോഴ്സ് ഉണ്ടോ അതെല്ലാം ഇവിടെ വരുന്നു, ഹൈഡ്രോസ്ഫിയറിൽ വരുന്നു. അപ്പൊ മൂന്നാമത്തെ സബ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹൈഡ്രോസ്ഫിയർ ആണ്. കണ്ടെയ്ൻ സർഫസ് ആൻഡ് സബ് സർഫസ് വാട്ടർ റിസോഴ്സസ്. അപ്പൊ എല്ലാം വാട്ടർ റിസോഴ്സ് വരുന്നതാണ്. പിന്നെ കോൺട്രിബ്യൂട്ട്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസ്. ഇതും ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഓഷന് എന്തെങ്കിലും, ഓഷനിലാണ് സൈക്ലോൺസ് ഉണ്ടാവുന്നത് ചിലപ്പോഴൊക്കെ. അപ്പം അവിടെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിന് മാറ്റം വരും. അപ്പൊ നമ്മുടെ ഓക്സിജനിലെ മേജർ പാർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഓഷൻ എന്നാണ്. അവിടെ ഓഷനിലുള്ള നമ്മുടെ ചെറിയ ചെറിയ ചെടികൾ, അതാണ് ആൽഗകളൊക്കെയാണ് അവിടുത്തെ മേജർ പാർട്ടും ഓക്സിജനും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് അവിടെ ഒരുപാട് ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ മഞ്ഞുരുകുന്നു, ടെമ്പറേച്ചർ കൂടി മഞ്ഞുരുകി നമ്മുടെ പറഞ്ഞില്ലേ, നമ്മളെ വെള്ളം ഉയരുമ്പോൾ അവിടെ ക്ലൈമറ്റിക് ചേഞ്ച് ഉറപ്പായും ഉണ്ടാവുന്നു, നമ്മുടെ ലാൻഡ് കയറുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ മഴ വരും, അതൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതാണ്. ഇതെല്ലാം ഹൈഡ്രോസ്ഫിയർ ക്ലൈമറ്റിക് ചേഞ്ചിനെയും ബാധിക്കുന്നുണ്ട്. ഇനി അടുത്ത എന്തുവാണ്? ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്തുവാണ്? നമ്മൾ ജീവിക്കുന്ന സ്ഥലം, അതാണ് ബയോസ്ഫിയർ. The layer which contain all components present on the earth, all living components. നമ്മുടെ ഭൂമിയിൽ എന്ത് ജീവനുള്ള വസ്തുക്കളുണ്ടോ അതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയുന്നു? ബയോസ്ഫിയർ എന്ന് പറയുന്നു. ജീവനുള്ള വസ്തുക്കളെല്ലാം ജീവിക്കുന്ന സ്ഥലം, അതാണ് ബയോസ്ഫിയർ. ആൻഡ് കോമൺലി നോൺ ആസ് എക്കോസിസ്റ്റം. നമ്മൾ അതിനെ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരുപാട് എക്കോസിസ്റ്റംസ് ഉണ്ട്. മനുഷ്യന്റേതായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം, പിന്നെ ഫോറസ്റ്റ് ഒക്കെ ഒരു ബെസ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഒരു കുന്നെടുത്താൽ ഒരു കുന്നിന്റെ മുകളിൽ പല പല ചെടികളുണ്ട്, പല അതിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, അതും ഒരു എക്കോസിസ്റ്റമാണ്. ഒരു റിവർ എടുത്താൽ അതിൽ കുറെ മീൻ കുഞ്ഞുങ്ങളുണ്ട്, അവിടെ തന്നെ കുറെ ചെടികളുണ്ട്, അതും ഒരു എക്കോസിസ്റ്റമാണ്. അപ്പൊ എക്കോസിസ്റ്റം ഒരു ബയോസ്ഫിയർ, അതൊരു സബ്സിസ്റ്റം ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് വേരിയസ് സിസ്റ്റം ഓൺ എർത്ത്. അപ്പം എർത്തിൽ 4 സബ് സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. അപ്പൊ ഇനി ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്തോലോട്ട് പോവാം? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സോൺസ് ഓഫ് എർത്ത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കോറ്, മാൻഡില്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഈ പടം നോക്കിക്കേ, ഇതിൽ കണ്ടോ? ഇതാണ് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജസ്റ്റ് കണ്ട് ഇങ്ങനെ ഒരു പീസാക്കി വെച്ചാൽ ഈ പടമായിട്ട് വരും. ഇതെങ്ങനെയാണ്? ഇതാ മോളിന്ന് വന്നാൽ ഇതാണ് ക്രസ്റ്റ്. അത് ക്രസ്റ്റിന് കുറച്ച് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം അതിന് താഴെയായിട്ട് വരുന്നത് മാൻഡിൽ, അതിന് താഴെയായിട്ട് വരുന്നത് കോറാണ്. കോറിൽ തന്നെ ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ഔട്ടർ കോർ കുറച്ച് മേളിലായിട്ടും ഇന്നർ കോർ വളരെ താഴെയായിട്ടും വരുന്നു. അപ്പൊ ഇതിനൊക്കെ കണ്ട ഓരോന്നിനും ഓരോ ഡിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ആദ്യം സോൺസ് ഓഫ് എർത്തിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 4 കോൺസെൻട്രിക് സോൺസ് ആണുള്ളത്. 4 കോൺസെൻട്രിക് സോൺസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ക്രസ്റ്റ് ഉണ്ട്, മാൻഡിലുണ്ട്, കോർ, 2 കോറും ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇത് ഇന്നർ കോറാണ്. അപ്പൊ ഇന്നർ കോറിനെ കുറിച്ച് പഠിക്കാം. ഇന്നർ കോർ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് ഏറ്റവും അവസാനം കിടക്കുന്ന, ഏറ്റവും ഉള്ളിലായിട്ടുള്ള പോർഷൻ ആണ് ഇന്നർ കോർ. ഇന്നർ കോർ എന്ന് പറയുമ്പോൾ ഇന്നർ മോസ്റ്റ് സോൺ ആണ്, ഏറ്റവും അകത്തായിട്ടുള്ള ഒരു ഭാഗമാണ്, ഇന്നർ മോസ്റ്റ് സോൺ ആണ്. പിന്നെന്തുവാണ്? കണ്ടെയ്ൻ സോളിഡ് മാസ് ഓഫ് അയൺ. അയണിന്റെ സോളിഡ് മാസ് പ്രസന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ അയൺ സോളിഡ് ആയിട്ട് തന്നെ കാണപ്പെടുന്ന, സോളിഡ് സ്റ്റേറ്റിൽ തന്നെ കാണപ്പെടുന്ന പോർഷൻ ആണ് ഇന്നർ കോർ എന്ന് പറയുന്നത്. തിക്നെസ് കണ്ടോ? 1216 കിലോമീറ്റർ ആണ് ഇന്നർ കോർ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നർ കോർ കഴിഞ്ഞു. അപ്പൊ കോറ് തന്നെ 2 തരത്തിലുണ്ട്, ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഔട്ടർ കോർ ആണ്. ഇന്നർ കോറിന് മുകളിലായിട്ട് നിൽക്കുന്ന പോർഷൻ ആണ് ഔട്ടർ കോർ. ഔട്ടർ കോർ എന്താണ്? കോർ വിച്ച് കവേഴ്സ് ദ ഇന്നർ കോർ. ഇന്നർ കോറിന് മുകളിൽ അല്ലെങ്കിൽ ഇന്നർ കോറിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഔട്ടർ കോർ എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻ മോൾട്ടൺ ലിക്വിഡ് ഓഫ് അയൺ. അപ്പം ഉള്ളില് അയൺ എന്തുവായിരുന്നു? സോളിഡ് മാസ് ആയിട്ട് കാണപ്പെട്ടു. അതിന് മേളിൽ വരുന്ന അയൺ എന്ന് പറയുമ്പോൾ, ഔട്ടർ കോറിൽ വരുന്ന അയൺ എന്ന് പറയുമ്പോൾ മോൾട്ടൺ സ്റ്റേറ്റ്, ചെറുതായിട്ട് ഉരുകിയ അവസ്ഥയിലാണ്. അവിടെ ഒരു നമ്മൾ ചെറുതായിട്ട് എന്തുവാ, വാക്സ്
മെഴുക് പോലെ അത് ആ ഒരു സ്റ്റേജ് മോൾട്ടൻ സ്റ്റേജ് അതിലായിട്ട് അയൺ കാണപ്പെടുന്ന സ്റ്റേജ് ആണ് ഔട്ടർ കോർ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ തിക്നെസ് 2270 കിലോമീറ്റർ. 2270 കിലോമീറ്റർ ആണ് ഔട്ടർ കോറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നർ കോറിൽ പഠിച്ചായിരുന്നു 1216 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ കഴിഞ്ഞു? ഇന്നർ കോർ കഴിഞ്ഞു, ഔട്ടർ കോർ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇവിടത്തെ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ക്രസ്റ്റ്, മാൻഡില്, കോറ്. അപ്പൊ കോർ രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? മാൻഡിലോട്ട് പോവാം. മാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരുമല്ലേ, മാൻഡിൽ, ക്രസ്റ്റ്. അപ്പൊ മാൻഡിലോട്ട് വരുമ്പോ ദ ലെയർ വിച്ച് കവേഴ്സ് ദ ഔട്ടർ കോർ. ഔട്ടർ കോറിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്നു. ഇതാണ് ഔട്ടർ കോർ, ദിസ് ഇസ് ഇന്നർ കോർ എന്നെടുത്ത് ഈ ഔട്ടർ കോറിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന പോർഷൻ ആണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ വിച്ച് കണ്ടെയ്ൻ വേരിയസ് മിനറൽസ്, പല തരത്തിലുള്ള മിനറൽസ് എവിടെയുണ്ട്? മാൻറ്റിലുണ്ട്. പിന്നെ അതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 2900 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇന്നർ കോറിൽ 1216, ഔട്ടർ കോറിൽ 2270 ആൻഡ് മാൻറ്റിൽ 2900 കിലോമീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇങ്ങനെയാണ് തിക്നെസ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നർ കോർ എന്ന് പറയുമ്പോൾ 1216 കിലോമീറ്റർ ആയിരുന്നു. ഇവിടെ 2270 കിലോമീറ്റർ ആയിരുന്നു. മാൻറ്റിൽ വന്നപ്പോൾ 2900 കിലോമീറ്റർ ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേലത്തെ പോർഷൻ, നമ്മളൊക്കെ ജീവിക്കുന്ന ആ പോർഷൻ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഔട്ടർ മോസ്റ്റ് സോൺ നമുക്ക് വളരെ സുപരിചിതമായ സംഭവമാണ് ക്രസ്റ്റ്. എന്ന് പറയുമ്പോ എക്സ്റ്റീരിയർ ഓഫ് ദി എർത്ത്. അതെ, ഔട്ടർ മോസ്റ്റ് സോൺ ആണ്. എർത്തിന്റെ ഒരു പുറം ഭാഗമാണ്. തിക്നെസ് വെറും 5 കിലോമീറ്റർ. ഇവരെ പോലെ ഒരുപാട് തിക്നെസ് ഒന്നുമില്ല, നമുക്കൊക്കെ 5 കിലോമീറ്റർ. ഈ 5 കിലോമീറ്ററിലൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ക്രസ്റ്റും മാൻഡിലും കോറും ഇന്നർ കോറും. ഒക്കെ വളരെ എളുപ്പമല്ലേ? ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലാണ് പഠിച്ചത്. വളരെ സിമ്പിൾ ആണ്. ഈ ഡിസാസ്റ്റർ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് വായിച്ച് പോയാൽ മതി. നോട്ട്സ് ഉണ്ടോ? വായിക്കുക. കുറച്ചൊക്കെ എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അതൊക്കെ അങ്ങ് എഴുതി വെക്കാം. ഓക്കെ, അടുത്ത നമ്മൾ സബ്സിസ്റ്റം പഠിച്ചല്ലോ. നമ്മൾ 4 സബ്സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ലിതോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ബയോസ്ഫിയർ. അപ്പൊ അതിൽ ഒന്നാമത്തെ ലിതോസ്ഫിയറിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്ലും മണ്ണും ഒക്കെ ഉള്ള ഭാഗമാണ് ലിതോസ്ഫിയർ. അപ്പൊ ലിതോസ്ഫിയർ ഔട്ടർ ലെയർ ഓഫ് ദി എർത്ത് വിച്ച് കണ്ടെയ്ൻ സോയിൽ, റോക്സ് ആൻഡ് മിനറൽസ്. അപ്പം ഭൂമിയുടെ പുറത്തെ ഭാഗമാണ്. അവിടെ മിനറൽസ് ഉണ്ട്, സോയിലുണ്ട്, മണ്ണുണ്ട്, പിന്നെന്തുണ്ട്? കല്ലുകളും ഉണ്ട്. ഇതാണ് എന്തെന്ന് പറയുമ്പോൾ ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ. അപ്പം അടുത്തത് ഇറ്റ് ഇൻക്ലൂഡ് ക്രസ്റ്റ്, മാൻഡിൽ പാർട്ട് ഓഫ് ദി എർത്ത്. അപ്പൊ ക്രസ്റ്റ് നമ്മൾ പറഞ്ഞു, ഭൂമിയുടെ ക്രസ്റ്റും മാൻഡിലും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ക്രസ്റ്റും മാൻഡിലും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുമ്പോൾ ലിതോസ്ഫിയർ പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ക്രസ്റ്റും മാൻഡിലും കൂടെ ചേരുന്നതാണ്. ഇനി അടുത്ത ലിതോസ്ഫിയർ ഇന്ററാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ, സോ ദേ ആർ നോൺ ആസ് പെഡോസ്ഫിയർ. അപ്പൊ ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറുമായിട്ട് അതിന് കോണ്ടാക്ട് ഉണ്ട്, ഹൈഡ്രോസ്ഫിയറുമായിട്ടും ബയോസ്ഫിയർ ആയിട്ടും കോണ്ടാക്ട് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നോക്കിയാണ് ഈ ഇങ്ങനെയാണ് നമ്മുടെ ഭൂമി എന്ന് വെച്ചോ. ഇതാണ് നമ്മുടെ ഭൂമി. ഈ ഭൂമിയുടെ ഈ മുകളിലത്തെ പോർഷൻ ആണല്ലോ ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ. ഇവിടെ ആയിട്ടാണല്ലോ അറ്റ്മോസ്ഫിയർ വരുന്നത്. ഇവിടെ തന്നെയാണല്ലോ വെള്ളവും അതും ഇതും ഒക്കെ വരുന്നത്. പിന്നെന്തുവാ, ഇവിടെ തന്നെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ലിതോസ്ഫിയറിന് ഈ 3 പേരുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇയാളെ എന്തോന്ന് വിളിക്കുന്നു? പെഡോസ്ഫിയർ എന്നും വിളിക്കുന്നു. അത് ലിതോസ്ഫിയറിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേര്. ഇത് 3ഉമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ലിതോസ്ഫിയർ ആണ്. അപ്പോ ലിതോസ്ഫിയറിന്റെ ടൈപ്പ്, അപ്പൊ നമ്മള് സബ്സിസ്റ്റത്തിൽ ഒന്നാമത്തതാണ് ലിതോസ്ഫിയർ. അപ്പം ഈ ലിതോസ്ഫിയറിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ സബ്സിസ്റ്റം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണമായിരുന്നു ലിതോസ്ഫിയർ. ഇനി അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഹൈഡ്രോസ്ഫിയർ ഉണ്ട്, മറ്റേ ഇതുമുണ്ട്. അപ്പൊ ഈ ലിതോസ്ഫിയറിന്റെ സബ് ഡിവിഷൻസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നോക്കാം. ടൈപ്സ് ഓഫ് ലിതോസ്ഫിയർ. ഒന്നാമത്തത് ഓഷ്യാനിക് ലിതോസ്ഫിയറും കോണ്ടിനെന്റൽ ലിതോസ്ഫിയർ. അത്രേ ഉള്ളൂ. ഓഷ്യാനിക് ലിതോസ്ഫിയർ ആൻഡ് കോണ്ടിനെന്റൽ ലിതോസ്ഫിയർ. പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. ഓഷ്യാനിക് ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ 5 to 8 കിലോമീറ്റർ തിക്നെസ് വരും.
5 to 8 kilometer thickness വരുന്നത് ഓഷ്യാനിക് ലിതോസ്ഫിയർ ആൻഡ് കമ്പോസ്ഡ് ഓഫ് ബസാൾട്ട്. ബസാൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് റോക്ക് ആണ്. നമ്മൾ റോക്കിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ബസാൾട്ട് കാണും. ഇനി കോണ്ടിനെന്റൽ ലിതോസ്ഫിയർ അതെന്ന് പറയുമ്പോൾ 30 to 40 കിലോമീറ്റർ തിക്നെസ് വരുന്നുണ്ട്. അപ്പൊ ലിതോസ്ഫിയർ 2 ടൈപ്സ് ആണ്, ഓഷ്യാനിക് ലിതോസ്ഫിയർ ആൻഡ് കോണ്ടിനെന്റൽ ലിതോസ്ഫിയർ. ഓഷ്യാനിക് 5 to 8 കിലോമീറ്റർ ആൻഡ് കോണ്ടിനെന്റൽ 30 to 40 കിലോമീറ്റർ തിക്നെസ്. ഓക്കെ ആണല്ലോ? ഇതാണ് ടൈപ്സ് ഓഫ് ലിതോസ്ഫിയർ. അപ്പൊ നമ്മൾ സബ്സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമാണ് ലിതോസ്ഫിയർ. ലിതോസ്ഫിയറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഓഷ്യാനിക് ലിതോസ്ഫിയർ ആൻഡ് കോണ്ടിനെന്റൽ ലിതോസ്ഫിയർ. ഇനി അടുത്തത് കമ്പോസിഷൻ ഓഫ് ദി ലിതോസ്ഫിയർ. ലിതോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട് അതാണ് കമ്പോസിഷൻ ഓഫ് ദി ലിതോസ്ഫിയർ. ലിതോസ്ഫിയർ ഇസ് കമ്പോസ്ഡ് ഓഫ് മിനറൽസ്, റോക്സ് ആൻഡ് സോയിൽ. നമ്മുടെ കല്ലും മണ്ണും മിനറൽസ് ഒക്കെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ലിതോസ്ഫിയർ. ഈ മിനറൽസ് ഇനി നമുക്ക് ആ മിനറൽസിനെ കുറിച്ചാണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് മിനറൽസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിംഗ് ഇൻ ഓർഗാനിക് ക്രിസ്റ്റലൈൻ സോയിൽസ് ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് കെമിക്കൽ കോമ്പസിഷൻ. അതായത് മിനറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന സാധനങ്ങളാണ്, നാച്ചുറലി ഒക്കറിംഗ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കമ്പോസിഷൻ കാണും. എന്താണ് ഒരു കെമിക്കൽ കമ്പോസിഷൻ? ഈ H2O എന്ന് പറയുന്ന ഒരു കെമിക്കൽ കമ്പോസിഷൻ ആണ്. അപ്പൊ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കമ്പോസിഷൻ കാണും. അപ്പൊ നമുക്ക് ഈ H2 എഴുതുന്നത് പോലെ SiO2 എന്ന് എഴുതുന്നത് പോലെ നമുക്ക് ഇവരെയും ഈ മിനറൽസിനെ നമുക്ക് അങ്ങനെ ഓരോരോ കെമിക്കൽ കമ്പോസിഷൻസ് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത് എന്താണ്? മിനറൽസ് ആർ കമ്പോസ്ഡ് ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ്. ഈ H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ആണ്, അതുപോലെ സിലിക്കണും ഓക്സിജനും ആണ് SiO2. അതുപോലെ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ആയിരിക്കും മിനറൽസ്. പിന്നെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. അതാണ്ടേ Okay, certain minerals are composed of single element. അപ്പൊ ചില മിനറൽസ് സിംഗിൾ എലമെന്റ് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ ഈ മിനറൽസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നതെന്ന്. ബട്ട് അതിനൊരു എക്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ സെർട്ടൈൻ മിനറൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സിംഗിൾ എലമെന്റ്. ചിലത് സിംഗിൾ എലമെന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നോക്കിയേ, ഗ്രാഫൈറ്റ്, ഡയമണ്ട്. ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോഴും ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഫുൾ കാർബൺ അല്ലേ, അപ്പൊ അതിന്റെ ബോണ്ട് അനുസരിച്ചാണ് അത് നിൽക്കുന്നത്. ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെയറുകൾ തമ്മിൽ ഒരു ചെറിയ ബോണ്ടാണുള്ളത്, അതുകൊണ്ട് അതിന് എന്തുവാ തെന്നി നീങ്ങാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ലൂബ്രിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഡയമണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ബോണ്ടുകളും ഹൈലി എന്തുവാണ്, റിജിഡ് ആണ്. സോ അതുകൊണ്ടാണ് അത് ഹാർഡ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ നമ്മൾ മിനറൽസിൽ എക്സെപ്ഷൻ കേസ് വരാം. എങ്ങനെയാണ്? എല്ലാം ഒരേ എലമെന്റ്സ് വരാം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മിനറൽസ് എന്ന് പറയുമ്പോൾ പല എലമെന്റ്സ് ചേരുന്നതാണ്. ഇനി അടുത്ത ലിസ്റ്റ് ഓഫ് മിനറൽസ് ഫൗണ്ട് ഓൺ എർത്ത് ക്രസ്റ്റ്. അപ്പം ഏതൊക്കെ മിനറൽസ് ആണ് എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്നത്? ഓക്സിജൻ ഇത്രയും പെർസെന്റേജ് ഉണ്ട്, സിലിക്കൺ 27.7%, അലുമിനിയം, അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇതൊക്കെ എന്താണ്? മിനറൽസ് ആണ്. ഈ മിനറൽസിന്റെ ഒരു കോഡ് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനുള്ള ഒരു കോഡാണ് ഓക്സി, സിയാൽ, ഐക്കാസോ, പൊട്ടാമാക്. നോക്കിയേ, ഓക്സിജൻ, സിയാൽ, സിലിക്കൺ, അലുമിനിയം, ഐക്കാസോ മീൻസ് അയൺ, കാൽസ്യം, സോഡിയം. പിന്നെ പൊട്ടാമാക് മീൻസ് പൊട്ടാസ്യം, മഗ്നീഷ്യം. നമുക്ക് ഈ പെർസെന്റേജ് പഠിക്കാൻ പറ്റിയില്ല, എല്ലാം കൂടെ കാണാതെ പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത്രയെങ്കിലും നമ്മളെ ടൈപ്സ് ഓഫ് മിനറൽസ് മിനറൽസ് ഫൗണ്ട് ഇൻ എർത്ത് ക്രസ്റ്റ് എങ്കിലും പഠിച്ചിട്ട് പോവുക. അപ്പൊ ഇതാണ് നമ്മുടെ ലിതോസ്ഫിയറിൽ പഠിക്കാനുള്ള മിനറൽസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള റോക്സിനെ കുറിച്ചാണ്. നമുക്ക് റോക്കിനെ കുറിച്ച് അറിയാം, എന്താണ്? നമ്മുടെ പാറയാണ്. അതും എന്താണ്? റോക്സ് ആർ നാച്ചുറലി ഒക്കറിംഗ് ഹാർഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽ കമ്പോസ്ഡ് ഓഫ് one or a large number of minerals. അപ്പൊ ഈ കല്ല് എന്ന് പറയുന്നത് ഈ മിനറൽസ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാകുന്നതാണ്. പിന്നെ അത് നാച്ചുറലി ഒക്കറിംഗ് ആണ്. ഇത്രയും പഠിച്ചു വെക്കുക. നാച്ചുറലി ഒക്കറിംഗ് ആണ്. മിനറൽസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ് റോക്ക് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇനി സെർട്ടൈൻ അതർ മെറ്റീരിയൽസ് ലൈക്ക് കോൾ ആൻഡ് ലൈം സ്റ്റോൺ ആർ ഡെവലപ്ഡ് ഫ്രം പ്ലാന്റ് ആൻഡ് അനിമൽ റിമൈൻസ്. അപ്പൊ ഈ കോളൊക്കെ നമ്മളിങ്ങനെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫോസിൽസ് എന്നൊക്കെ എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുന്നതുമാണ്. തീർന്നു പോണതാണ്, അതുകൊണ്ട് നമ്മൾ റിന്യൂവബിൾ അതിലോട്ടൊക്കെ പോകണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കോള്, ലൈം സ്റ്റോൺ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്ലാന്റും അനിമൽ റിമൈൻസിൽ നിന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ ലൈം സ്റ്റോൺ വെച്ചിട്ടുള്ള ഗുഹകളൊക്കെ ഇല്ലേ, അതൊക്കെ വർഷങ്ങളോളം ഇങ്ങനെ
പരിണാമം സംഭവിച്ചുകൊണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഉണ്ടാകുന്നത് പ്ലാന്റിൽ നിന്നും ആനിമൽ റിമൈൻസിൽ നിന്നൊക്കെ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയാനുള്ളത്. ഇനി അടുത്ത് there are mainly 3 types of rock. ഇനി നമുക്ക് ഈ റോക്കിന്റെ ടൈപ്സുകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ റോക്ക് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ ഒരു കേസ് പറഞ്ഞു, പിന്നെ 3 തരത്തിലുള്ള ഒരു റോക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. 3 types of rock: igneous rock, sedimentary rock, metamorphic rock. ഇതൊക്കെ നമ്മൾ പഠിച്ച റോക്കുകളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്നുകൂടെ നോക്കാം. ഇനി ആദ്യം എന്താണ് igneous rock? These rocks are formed by the solidification of magma or lava. അപ്പൊ എന്തുവാ സംഭവിക്കുന്നത്? ഈ ഇഗ്നിയസ് റോക്ക് ഉണ്ടാകുന്ന അഗ്നിപർവ്വതം പൊട്ടുന്നു, അതിൻ്റെ അകത്തുനിന്ന് മാഗ്മ അല്ലെങ്കിൽ ലാവ ഒഴുകി വരുന്നു, അത് കുറെ നാള് കഴിയുമ്പോൾ അല്ലെങ്കിൽ തണുക്കുന്നു, തണുത്ത് കല്ലാകുന്നു. ആ കല്ലാണെന്തെന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സ്. ഈ വോൾക്കാനോ പൊട്ടി വരുന്ന ലാവയാണ് ഇഗ്നിയസ് റോക്ക് ആയിട്ട് മാറുന്നത്. അതിന് ഭയങ്കര വളക്കൂറാണ്. They are composed of primary minerals which are predominantly silicates. അതായത് നമുക്ക് പ്രൈമറി മിനറൽസ് എന്നൊക്കെ പറയുന്ന കുറച്ച് മിനറൽസ് ആണ് ഈ ഇഗ്നിയസ് റോക്സിലുള്ളത്. പിന്നെ ദേ ആർ സംടൈംസ് ഓവർലാപ്പ് വിത്ത് സെഡിമെന്ററി ആൻഡ് മെറ്റമോർഫിക് റോക്സ്. അതെന്തെന്ന് പറയുമ്പോൾ ഈ സംഭവം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇഗ്നിയസ് റോക്കിന് മെറ്റമോർഫിക്കും സെഡിമെന്ററി ആയിട്ടൊക്കെ മാറാനും സാധിക്കുന്നുണ്ട്. അത് പറഞ്ഞുതരാം. ഇനി അടുത്ത എക്സാമ്പിൾ ആയിട്ട് താണ്ടെ ഗ്രാഫൈറ്റ് ആൻഡ് ബസാൾട്ട്. കണ്ടോ, നമ്മൾ നേരത്തെ ബസാൾട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കല്ലാണ് ബസാൾട്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഗ്രാനൈറ്റ്, ബസാൾട്ട് ഒക്കെ ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ നോക്കിയതിന് ഗ്രാബാസ് എന്ന് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഇതാണ് ഇഗ്നിയസ് റോക്കാണ് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ് എന്താണ്? ദീസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ സോൾഡിഫിക്കേഷൻ ഓഫ് മാഗ്മ ഓർ ലാവ. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടെ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സെഡിമെന്ററി റോക്ക്. ഓക്കെ, അടുത്തത് സെഡിമെന്ററി റോക്ക് ആണ്. എന്താണ് സെഡിമെന്ററി റോക്ക്? ദീസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ സോൾഡിഫിക്കേഷൻ ഓഫ് സെഡിമെന്റ് ഡെപ്പോസിറ്റ്. അതായത് നമ്മളെ പൊടിയെല്ലാം കൂടെ ഇങ്ങനെ വീണ് അത് ഉറച്ചാണ് സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, എവറസ്റ്റിന്റെ ഉയരം കൂടുന്നു, മലകൾ വളരുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജീവനുള്ളത് മാത്രമേ വളരുള്ളൂ, മലകളൊക്കെ വളരുമോ എന്നൊക്കെ നമുക്ക് സംശയം വരാറുണ്ട്. അപ്പം എവറസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വളരുന്നത്? വർഷങ്ങളുകൊണ്ട് ഈ പൊടികളുണ്ടല്ലോ, ഈ പൊടികൾ ഇങ്ങനെ അടിഞ്ഞാണ് അതിന്റെ ഹൈറ്റ് കൂടുന്നത്. അതാണ് ഈ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദീസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ സോൾഡിഫിക്കേഷൻ ഓഫ് സെഡിമെന്റ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ പൊടികളൊക്കെ അടിഞ്ഞാണ് സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ദേ ആർ കമ്പോസ്ഡ് ഓഫ് സെക്കൻഡറി മിനറൽസ്. പ്രൈമറി മിനറൽസ് ഉള്ളത് എവിടെയാണ്? ഇഗ്നിയസ് റോക്കിലാണ്. എവിടെ? പ്രൈമറി മിനറൽസ്. ആൻഡ് സെഡിമെന്ററി റോക്കിലുള്ളത് സെക്കൻഡറി മിനറൽസ് ആണ്. ഇൻ ദ ഓഷ്യാനിക് ബെഡ്സ് ദ സെഡിമെന്ററി റോക്സ് ആർ ഫോംഡ് ബൈ ദ precipitation and settlement of salt. ഇനി നമ്മൾ ഓഷ്യന്റെ ബെഡ് എടുക്കുകയാണ്, അത് ഓഷ്യന്റെ അടിഭാഗം. അവിടെ ഈ സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്നത് പ്രസിപ്പിറ്റേഷൻ, അതായത് ഈ ഉപ്പൊക്കെ അടിഞ്ഞുകൂടിയൊക്കെയാണ് അവിടെ ഈ സെഡിമെന്ററി റോക്ക് ഒക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ഈ കടലിന്റെ അടിഭാഗത്ത്, കടൽ തിട്ടയുണ്ടല്ലോ അവിടെ. അടുത്തതാണ് ഇൻ ദ ലാൻഡ്സ്കേപ്പ് സെഡിമെന്ററി റോക്സ് ആർ ഫോംഡ് ബൈ ദ സോൾഡിഫിക്കേഷൻ ഓഫ് ഡീകമ്പോസ്ഡ് മാറ്റേഴ്സ്. അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് ഈ സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്നത് ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, അതായത് വിഘടിച്ചു പോകുന്ന മാറ്റേഴ്സ് ഒക്കെ കൂടിച്ചേർന്നിട്ടൊക്കെയാണ് സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്നത്. ഈ പൊടിയടിഞ്ഞുകൂടി മാത്രമല്ല കേട്ടോ, ഞാനൊരു കേസായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ ഈ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ് സാൻഡ്സ്റ്റോൺ, ഷെയിൽ, ലൈംസ്റ്റോൺ. സശാൽ എന്ന് പഠിച്ചാൽ മതി. അപ്പൊ സാൻഡ്സ്റ്റോൺ, ഷെയിൽ, ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്കുകൾക്ക് എക്സാമ്പിൾ ആണ്. അത് നോക്കി വെച്ചേക്കാം. ഇത് എത്രയാണ്? ഇത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഇത് നോക്കി വെച്ചേക്കാം, ഇത് നോക്കി വെച്ചേക്കാം. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് പോയിന്റ്സ് ഒക്കെ വേണം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ തന്നെ കാര്യമായിട്ട് കൈന്നിട്ടൊക്കെ അങ്ങ് എഴുതണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നോൺ ക്രെഡിറ്റ് പാസ് ആവേണ്ടത്. ജസ്റ്റ് പാസ് ആയാൽ മതിയല്ലോ. ഇനി അടുത്ത മെറ്റാമോർഫിക് റോക്ക്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇഗ്നിയസ് റോക്ക് പഠിച്ചു, സെഡിമെന്ററി റോക്ക് പഠിച്ചു, ടൈപ്സ് ഓഫ് റോക്ക് ആണ് പഠിക്കുന്നത്. അടുത്തത് മെറ്റാമോർഫിക് റോക്ക്. Rocks which are formed from the metamorphic changes occurred in pre-existing igneous and sedimentary rocks. ഈ മെറ്റമോർഫിക് റോക്ക് എങ്ങനെ ഉണ്ടാവുന്നു? ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ഇഗ്നിയസ് റോക്ക് ഇങ്ങനെ ഉണ്ടാവുന്നു ലാവ വഴി. സെഡിമെന്ററി റോക്ക് സെഡിമെന്റ്സ് വെച്ചിട്ട്. അപ്പൊ ഈ സെഡിമെന്ററി റോക്കിലും ഇഗ്നിയസ് റോക്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതെന്തായിട്ട് മാറുന്നു?
മെറ്റാമോർഫിക് അതായത് നേരത്തെ ഉണ്ടായിരുന്ന സെഡിമെന്ററി റോക്ക് ആണ് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, ഇപ്പൊ ഉള്ളതല്ല, നേരത്തെ ഉണ്ടായിരുന്ന സെഡിമെന്ററി റോക്സിലും ഇഗ്നിയസ് റോക്സിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാണ് ഈ മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത്. ഇനി മെറ്റാമോർഫിക് ചേഞ്ചസ് ആർ ദ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ ടെമ്പറേച്ചറിലും പ്രഷർ, കാലങ്ങൾ കഴിയുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ വേരി ചെയ്യും. അപ്പൊ അങ്ങനെ വേരി ചെയ്ത് ഈ എന്താണ് സെഡിമെന്ററിയിലും ഇഗ്നിയസ് റോക്കിലൊക്കെ വ്യത്യാസം വരുന്നതാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിളും കൂടെ പഠിച്ചേക്കുക. മാർബിള്, ക്വാർട്സൈറ്റ്, മാർക്വാർ. അപ്പം നിങ്ങള് ഇപ്പൊ ഈ കോഡ് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പഠിക്കാൻ പറ്റും. ഓരോരോ കോഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് മാത്രം മനസ്സിലാവുന്ന കോഡായിരിക്കും, പുറത്ത് പറയാൻ പറ്റാത്ത കോഡായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം മെറ്റാമോർഫിക് റോക്ക് ഉണ്ട്, ഇഗ്നിയസ് റോക്ക് ഉണ്ട്, സെഡിമെന്ററി റോക്ക് ഉണ്ട്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് റോക്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി റോക്ക് സൈക്കിളാണ്. എങ്ങനെ റോക്ക് ഉണ്ടാകും? നമ്മൾ പഠിച്ചിട്ടുള്ള എന്തുവാണ്? എങ്ങനെയാണ് റോക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റോക്കിന്റെ സൈക്കിൾ എങ്ങനെയാണ്? ഇറ്റ് ഇസ് സൈക്ലിക്കൽ ചേഞ്ചസ് occur in igneous, sedimentary and metamorphic rocks. അപ്പോ ഇത് ഇഗ്നിയസിനാവട്ടെ 3 ടൈപ്പ് ഓഫ് റോക്ക് ആണുള്ളത്. ഇഗ്നിയസ് ആവട്ടെ, മെറ്റാമോർഫിക് ആവട്ടെ ആൻഡ് സെഡിമെന്ററി റോക്ക് ആവട്ടെ, അതിനുണ്ടാകുന്ന ഒരു സൈക്ലിക് ചേഞ്ച് അതാണ് പറയുന്നത്. Due to weathering action, igneous rocks are disintegrated to sediments and they are consolidated to form sedimentary rocks. ഈ ഇഗ്നിയസ് റോക്ക് ഉണ്ടല്ലോ, ഈ വെതറിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? വെതറിങ് സംഭവിക്കുക. നമ്മള് ഇപ്പൊ വെതറിങ് തന്നെ പല തരത്തിലുണ്ട്, കെമിക്കല്, അങ്ങനെ ഓരോന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ചെടി വളരുന്നു, ഒരു കല്ലിന്റെ ഇടയിൽ കൂടെ ചെടി വളരുന്നു. അപ്പൊ അവിടെ റോക്കിന് അവിടെ ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെ ഓരോരോ ചേഞ്ചസ് വെതറിങ് വഴി ഉണ്ടാകും. നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, എന്തെങ്കിലും കെമിക്കലുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അങ്ങനെ ഓരോ റോക്കിനും വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോ ഈ ഡ്യൂ ടു വെതറിങ് ആക്ഷൻ ഇഗ്നിയസ് റോക്സ് ആർ ഡിസിന്റഗ്രേറ്റഡ് ടു സെഡിമെന്റ്സ് ആൻഡ് ദേ ആർ കൺസോൾഡ് ടു ഫോം സെഡിമെന്ററി റോക്ക്. ഇഗ്നിയസ് റോക്കിന് മാറ്റം വന്നത് സെഡിമെന്ററി റോക്ക് ആവുന്നു. ഡ്യൂ ടു എക്സസ്, അതെങ്ങനെയാണ്? വെതറിങ് ആക്ഷൻ വഴി. ഇനി അടുത്ത, ഡ്യൂ ടു എക്സസ് ഹീറ്റ് ആൻഡ് പ്രഷർ ദ സെഡിമെന്ററി റോക്സ് അഗെയിൻ കൺവേർട്ടഡ് ടു മെറ്റാമോർഫിക് റോക്ക്. ഈ ഭയങ്കരമായിട്ടുള്ള ചൂടും പ്രഷറും ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സെഡിമെന്ററി റോക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് മെറ്റാമോർഫിക് റോക്ക് ആവുന്നു. അപ്പൊ വെതറിങ് ആക്ഷനിൽ ഇഗ്നിയസ് റോക്സ് സെഡിമെന്ററി റോക്ക് ആവുന്നു. അടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കരമായ ഹീറ്റും പ്രഷറും ഒക്കെ വരുമ്പോൾ ഈ സെഡിമെന്ററി റോക്ക് മെറ്റാമോർഫിക് റോക്ക് ആവുന്നു. ആ പോയിന്റ് മനസ്സിലായേ? ഇത് റോക്ക് സൈക്കിൾ ആണ് നമ്മൾ പറയുന്നത്. ഡ്യൂ ടു ആക്ഷൻ ഓഫ് മാഗ്മ ആൻഡ് ലാവ ഇൻ മെറ്റാമോർഫിക് റോക്ക് ഇറ്റ് അഗെയിൻ ചേഞ്ചസ് ടു സെഡിമെന്ററി റോക്ക്. ഏതാണ് ഈ മെറ്റാമോർഫിക് റോക്ക്? ഈ മെറ്റാമോർഫിക് റോക്കില് മാഗ്മയോ ലാവയോ ഒക്കെ വന്നാൽ അത് എന്തായിട്ട് വീണ്ടും ചേഞ്ച് ആവുന്നു? സെഡിമെന്ററി റോക്ക് ആവുന്നു. അപ്പൊ 3 പോയിന്റ് റോക്ക് സൈക്കിളില്. വെതറിങ് ആക്ഷൻ കാരണം ഈ ഇഗ്നിയസ് റോക്ക് എങ്ങോട്ടേക്ക് മാറുന്നു? സെഡിമെന്ററി റോക്ക് ആൻഡ് മെറ്റാമോർഫിക്. സെഡിമെന്ററി ആവാം, മെറ്റാമോർഫിക്കും ആവാം. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. റോക്ക് സൈക്കിളിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ വെതറിങ് ആക്ഷൻ കാരണം ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി ആൻഡ് വെതറിങ് ആക്ഷൻ കാരണം ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി റോക്ക് ആവുന്നു. അത് തന്നെയാണ് കറക്റ്റ്. അപ്പൊ വെതറിങ് ആക്ഷൻ കാരണം ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി റോക്ക് ആവുന്നു. നെക്സ്റ്റ്, എക്സസ് ഹീറ്റ് ആൻഡ് പ്രഷർ കാരണം ഈ സെഡിമെന്ററി റോക്ക് മെറ്റാമോർഫിക് റോക്ക് ആവുന്നു. തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ മാഗ്മയോ ലാവയോ ഒക്കെ ഈ മെറ്റാമോർഫിക് റോക്കിൽ വന്നാൽ അത് സെഡിമെന്ററി റോക്ക് ആവുന്നു. അതാണ് ഈ സൈക്കിൾ പറയുന്നത്. സൈക്കിൾ നോക്കിയേ, ഈ ഇഗ്നിയസ് റോക്ക് അതിൽ ഹീറ്റും പ്രഷറും ഒക്കെ കൊടുത്ത് മെറ്റാമോർഫിക് റോക്കായി, അത് വെതറിങ് നടന്ന് സെഡിമെന്ററി റോക്കായി. എന്നുവെച്ചാൽ സെഡിമെന്റ്സ് ഉണ്ടായി, സെഡിമെന്ററി റോക്കായി. ഓക്കെ, ഈ സെഡിമെന്ററി റോക്കിൽ അമിതമായി ഹീറ്റും പ്രഷറും കൊടുക്കുമ്പോൾ അത് മെറ്റാമോർഫിക് റോക്ക് ആവുന്നു. ഈ മെറ്റാമോർഫിക് റോക്കിനെ മെൽറ്റ് ചെയ്ത് നമുക്ക് മാഗ്മ ആക്കി അതിനെ വീണ്ടും നമുക്ക് കൂൾ ചെയ്ത് എങ്ങോട്ടേക്ക് മാറ്റാം? ഇഗ്നിയസ് റോക്ക് ആക്കാം. അപ്പൊ ഈ ഇഗ്നിയസ് റോക്ക് തന്നെ സെഡിമെന്ററി ആക്കാം. ഈ സൈക്കിൾ ഒന്ന് നോക്കിയാൽ മതി. ഈ ഇഗ്നിയസ് റോക്കിനെ നമുക്ക് സെഡിമെന്ററി ആക്കാം, മെറ്റാമോർഫിക് ആക്കാം, മെറ്റാമോർഫിക്കിനെ സെഡിമെന്ററി ആക്കാം. അങ്ങനെ ഓരോന്നും ചെയ്യാം. ഈ പോയിന്റ്സ് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. റോക്ക് സൈക്കിൾ
റോക്ക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് വെതറിംഗ് ആക്ഷൻ കാരണം നമുക്ക് ഇഗ്നിയസ് റോക്കിനെ സെഡിമെന്ററി റോക്ക് ആക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സസ് ഹീറ്റ് ആൻഡ് പ്രഷർ കാരണം ഈ സെഡിമെന്ററി റോക്കിനെ നമുക്ക് മെറ്റാമോർഫിക് റോക്ക് ആക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ മെറ്റാമോർഫിക് റോക്കിന് ലാവയോ മാഗ്മയോ ഒക്കെ ഉള്ള ആക്ഷൻ കാരണം, അതിന്റെ വരുന്ന ആക്ഷൻ കാരണം നമുക്ക് അതിനെ സെഡിമെന്ററി റോക്ക് ആക്കാം. പിന്നെ പറ്റുന്നവർ ഈ സൈക്കിളും കൂടി ഒന്ന് നോക്കി വെച്ച് വരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിനെ കുറച്ചും കൂടി ഇംപ്രസ് ചെയ്ത് മാർക്ക് മേടിക്കാം. ഓക്കെ, ഇനി അടുത്ത സോയിൽ. അപ്പൊ ആദ്യം നമ്മള് ലിത്തോസ്ഫിയറില് റോക്കിനെ കുറിച്ച് പഠിച്ചു. ലിത്തോസ്ഫിയർ, റോക്ക്, സോയിൽ ആൻഡ് മിനറൽസ്. അതൊരു ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു സബ് സിസ്റ്റം ആയിരുന്നു. അതിൽ റോക്ക്, മിനറൽസ് ആൻഡ് സോയിൽ ഇതാണ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ റോക്കിനെ കുറിച്ച് പഠിച്ചു, ടൈപ്സ് ഓഫ് റോക്ക് പഠിച്ചു, അതെങ്ങനെ ഫോം ചെയ്യുന്നു അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് സോയിൽ, മണ്ണ്. അപ്പൊ സോയിലിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, soil is a thin layer of material covering the earth's surface and is formed from the weathering of rocks. എന്തുവാണ്? കല്ല് പൊടിഞ്ഞാണ് മണ്ണാകുന്നത്, അത് നമുക്കറിയാം. സോയിൽ എന്ന് പറയുമ്പോൾ ഒരു തിൻ ലെയർ ഓഫ് മെറ്റീരിയൽ കവറിംഗ് ദ എർത്ത് സർഫേസ് ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ വെതറിംഗ് ഓഫ് റോക്ക്. അതായത് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു വളരെ നേർത്തൊരു പാളിയാണ് ഈ സോയിൽ എന്ന് പറയുന്നത്. ആ സോയിൽ ഉണ്ടാകുന്നത് വെതറിംഗ് മീൻസ് ഇങ്ങനെ പൊടിഞ്ഞു റോക്കൊക്കെ പൊടിഞ്ഞും അതിനൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാണ് സോയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, weathering is a process of disintegration of rocks to form soil. അത് തന്നെ, സെയിം പോയിന്റ്, ഒരു മാറ്റവും ഇല്ല. Soil mainly consists of mineral particles, organic materials, air, water and living organism. അപ്പൊ മണ്ണിലാണ് നമ്മളും ജീവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല, എങ്കിലും മണ്ണിനെ ആശ്രയിച്ചാണ് നമ്മളും ജീവിക്കുന്നത്. ഒരുപാട് ജീവികളും മണ്ണിലാണ് ജീവിക്കുന്നത്. പിന്നെ മണ്ണിൽ എന്തൊക്കെയുണ്ട്? ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ട്, മിനറൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ മിനറൽ പാർട്ടിക്കിൾസും ഓർഗാനിക് മെറ്റീരിയൽസും ഒക്കെ ഉണ്ടെങ്കിലേ ചെടികൾ വളരത്തുള്ളൂ. ചെടികൾ വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പൊ അതെല്ലാം ചേരുന്നതാണ് ഈ മണ്ണ്. അവിടെ ഒരുപാട് ജീവികളും ജീവിക്കുന്നുണ്ട്. എയറും ഉണ്ട്. അതായത് ഈ കല്ലുകൾക്കിടയിലും മണ്ണുകൾക്കിടയിലും ചെറിയ ചെറിയ പോഴ്സുകളുണ്ട്. ആ പോഴ്സ് വരെ നമുക്ക് എയർ കിട്ടും, വാട്ടർ പിടിച്ചു നിർത്തും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്. മോസ്റ്റ് പ്ലാന്റ്സ് ഗെറ്റ് ദെയർ ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ആൻഡ് ദേ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അറിയാം, മനുഷ്യനാവട്ടെ, ചെടികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, എല്ലാവരും സോയിലിനെ ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഫുഡിന് വേണ്ടിയിട്ട്. ചെടികൾ വളരണ്ടേ? Therefore, most living things on land depends on soil for their existence. മണ്ണില്ലെങ്കിൽ നമുക്കും ജീവിക്കാനൊന്നും പറ്റത്തില്ല, അല്ലേ? അതാണ് പറയുന്നത്. എല്ലാ ജീവികളും എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് മണ്ണിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്തുവാണ്? ഫങ്ഷൻസ് ഓഫ് സോയിൽ. Provide mechanical support to the plant. ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് സോയിൽ ഒന്നാമത്തെ പോയിന്റ്. മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ്. ചെടികളെ പിടിച്ചു നിർത്തണോ? ആ വേരിനെ മണ്ണിൽ പിടിച്ചു നിർത്തണ്ടേ? അതാണ് മെക്കാനിക്കൽ സപ്പോർട്ട് പ്ലാന്റ്സിന് കൊടുക്കുന്നു. ആര്? മണ്ണ്. ഇറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഓഫ് പൊറോസിറ്റി. ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ സുഷിരങ്ങൾ നമ്മുടെ മണ്ണിലുണ്ട്. അതാണ് ഈ വെള്ളത്തിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. ഇറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഓഫ് പൊറോസിറ്റി ദാറ്റ് ഈസ് എബിലിറ്റി ടു ഹോൾഡ് വാട്ടർ സോ ദാറ്റ് soil is considered as a reservoir of water. അപ്പോ നമ്മളെ മണ്ണില് ഒരുപാട് വെള്ളം പിടിച്ചു നിർത്തുന്നു. അപ്പൊ നമ്മളിപ്പോ മണ്ണിടിച്ച് ലാൻഡ് സ്ലൈഡ് ഒക്കെ കണ്ടപ്പോ നമ്മൾ പത്രത്തിലും ന്യൂസിലൊക്കെ വന്നു, ഇങ്ങനെ സോയിൽ ഇങ്ങനെ വെള്ളം പിടിച്ചു നിർത്തി പെട്ടെന്ന് പൊട്ടി വീഴുന്നതാണ് ഈ ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടു. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മണ്ണിന് വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതിങ്ങനെ വെള്ളത്തിനെ പിടിച്ചു നിർത്തും. അതാണ് പൊറോസിറ്റി, പ്രോപ്പർട്ടി ഓഫ് പൊറോസിറ്റി. ഓക്കെ, ഇനി അടുത്തത് പ്രൊവൈഡ്സ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് pH ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പൊ ന്യൂട്രിയൻസ് മണ്ണ് നൽകുന്നുണ്ട്. പിന്നെ എന്തുവാണ്? pH ഒക്കെ നമുക്കറിയാം. 0 മുതൽ 14 വരെയുള്ള സംഭവമാണ് ഈ pH. ഇവിടെ 0 മുതൽ 14 വരെയുള്ള സംഭവമാണ് ഈ pH. അതില് ഇവിടെ വരുന്നത് 7 ആയിരിക്കും. ഈ 7 എന്ന് പറയുമ്പോൾ വെള്ളമായിരിക്കും. അത് ഇങ്ങോട്ട് വരുന്നതെല്ലാം ആസിഡ്സ് ആയിരിക്കും, ഇങ്ങോട്ട് വരുന്നതെല്ലാം ആൽക്കലീസ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് pH എന്ന് പറയുന്നത്. ഈ 7 എന്ന് പറയുമ്പോൾ ആസിഡും അല്ല ആൽക്കലും അല്ല, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സംഭവമാണ്. അതാണ് വെള്ളം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. ഓക്കെ,
അതാണ് pH. അപ്പൊ മണ്ണിന്റെ pH നമ്മൾ കൃഷിയൊക്കെ ചെയ്യും മുന്നേ മണ്ണിന്റെ pH എടുക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചായിരിക്കും ചെടി നടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണ്, ഇപ്പൊ എനിക്കിപ്പോ മുളക് നടുമ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്യും, മണ്ണിന്റെ pH നോക്കാം. അപ്പൊ മുളകിന് കുറച്ചുകൂടി അമ്ല ഗുണമുള്ള, അതായത് ആസിഡ് ഗുണമുള്ളതാണോ അല്ലെങ്കിൽ ക്ഷാര ഗുണമുള്ള ആൽക്കലി ഗുണമുള്ള മണ്ണാണോ ആവശ്യം എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ കൃഷിഭവനിൽ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് മണ്ണിലോട്ട് ആസിഡ് ആണ് കൂടുതലെങ്കിൽ ആൽക്കലി ആഡ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കൃഷി ചെയ്യുന്നു. അവിടെ നമ്മൾ ആശ്രയിക്കുന്ന ആരെയാണ്? മണ്ണിനെയാണ്. ഓക്കെ, അടുത്ത പ്രിവെന്റ് എക്സസീവ് ലീച്ചിങ് ഓഫ് ന്യൂട്രിയൻസ്. അതായത് ന്യൂട്രിയൻസ് ഒന്നും പോവാതെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തുന്നത് മണ്ണാണ്. ഇപ്പൊ എന്തുവാ പറയാ, prevents excessive leaching of nutrients. അത് പഠിച്ചു വെച്ചേക്കാം. ഇനി contains bacteria that fix nitrogen and other elements. ഇപ്പൊ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് കാണും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് കാണും. മണ്ണിൽ ഉണ്ടാകുന്ന നല്ലതും ഉണ്ട്, ചീത്തയുണ്ട്, പലതരം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, ഈ നൈട്രജൻ ഫിക്സേഷൻ. ഈ നൈട്രജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാടുള്ള ഒരു ഗ്യാസ് ആണ് അല്ലെ. പക്ഷെ അതെന്ത് ചെയ്യില്ല, നേരിട്ട് നമുക്ക്, പക്ഷെ നൈട്രജൻ അത്യാവശ്യമാണ് പ്ലാന്റ്സിന് വളരാൻ. പക്ഷെ അത് നേരിട്ട് ഈ പ്ലാന്റ്സ് ഒന്നും വലിച്ചെടുക്കത്തില്ല, കാരണം അതിനുള്ള ശേഷിയില്ല. അത് ഒരു നൈട്രജൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്, അങ്ങനെയൊന്നും പോരത്തൂല. ഈ നൈട്രജൻ താഴോട്ട് വരുന്നത് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് ഒന്ന് ഇടിമിന്നൽ കൂടെയാണ്, അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിന്റെ വേരുകളില് ഒരു ബാക്ടീരിയാസ് കാണും. അപ്പൊ പല പ്ലാന്റിനും പലതരം ബാക്ടീരിയാസ് കാണും, എല്ലാ പ്ലാന്റ്സിനും അത് കാണത്തുമില്ല. അപ്പൊ ആ ബാക്ടീരിയാസ് എന്തിനെ വലിച്ചെടുക്കും? നൈട്രജനെ. അവർക്ക് ഉള്ള ഒരു കാപ്പബിലിറ്റി ആണ് നേരിട്ട് നൈട്രജനെ വലിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും. അവർ നൈട്രജനെ വലിച്ചെടുത്ത് ഈ റൂട്ട്സിനുള്ളിൽ നൊഡ്യൂൾസ് ആക്കിയിട്ട് ഒരു ചെറിയ ചെറിയ മുഴകൾ മാതിരി സൃഷ്ടിച്ച് വെക്കും. അത് പ്ലാന്റ്സിനും വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മള് പയറൊക്കെ ഉണ്ടെങ്കിൽ പയർ എടുക്കുവാണെങ്കിൽ പയറിന്റെ താഴെയുള്ള ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയ ആണ്. റൈസോബിയം ബാക്ടീരിയക്ക് നേരിട്ട് ഇതിനെ വലിച്ചെടുത്തിട്ട് നൈട്രജനെ വലിച്ചെടുക്കാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പയർ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പയർ ചെടിയുടെ വേര് നമ്മൾ കട്ട് ചെയ്ത് അവിടെ നമ്മൾ മണ്ണിലൊക്കെ ഇടും. എന്തിനു വേണ്ടിയിട്ടാണ്? മണ്ണിന് നൈട്രജൻ കിട്ടാൻ വേണ്ടി. അപ്പൊ നമുക്ക് പലതരം വളങ്ങളുണ്ട് നൈട്രജൻ ഒക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പൊ ഇത് നമ്മുടെ മെയിൻലി നാച്ചുറലി ഉള്ള ഒരു പ്രോസസ്സാണ്. അസിറ്റോബാക്ടർ അതൊക്കെ നൈട്രജൻ ഫിക്സേഷൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയാസ് ആണ്. ഓക്കെ, കണ്ടെയ്ൻസ് ബാക്ടീരിയ ദാറ്റ് ഫിക്സ് നൈട്രജൻ ആൻഡ് അതർ എലമെന്റ്സ്. ഇതെല്ലാം മണ്ണിലുള്ളതാണ്. പിന്നെ ഫംഗി, പ്രോട്ടോസോവ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ്. പിന്നെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസും എവിടെയുണ്ട്? സോയിലുണ്ട്. ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ തന്നെ വേണം. These microorganisms aids in the decomposition of അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഡീകമ്പോസിഷൻ നടത്തണമെങ്കിലും ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വേണം. ഇതെല്ലാവരും എവിടെയാണ് കാണപ്പെടുന്നത്? മണ്ണിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ദി സോയിൽ പഠിച്ചു. ഇനി അപ്പൊ ആദ്യം നമ്മൾ സോയിലിനെ കുറിച്ച് പഠിച്ചു. പിന്നെ സോയിലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് സോയിൽ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ജനറലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി സോയിൽ ആണ്. Geologically, soil is classified into two types. രണ്ട് തരം ക്ലാസിഫിക്കേഷൻ ആണ് മണ്ണിനുള്ളത്. റെസിഡ്യുവൽ സോയിൽ ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ഒന്നുമില്ല, എളുപ്പമാണ്, നോക്കാം. ഫസ്റ്റ്, റെസിഡ്യുവൽ സോയിൽ. സോയിൽ വിച്ച് റിസൈഡ്സ് നിയർ ദ പാരന്റ് റോക്ക്. നമ്മൾ പറഞ്ഞു ഈ കല്ല് പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്? മണ്ണുണ്ടാവുന്നത്. ഈ പാരന്റ് റോക്ക് പൊടിയുന്ന, അതായത് ഏത് കല്ലിൽ നിന്നാണോ ഈ മണ്ണ് പൊടിഞ്ഞ് വീഴുന്നത് അതിനടുത്ത് തന്നെ ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, കിടക്കുന്ന മണ്ണാണ് ഈ റെസിഡ്യുവൽ സോയിൽ. റെസിഡ്യുവൽ സോയിൽ എന്ന് വെച്ചാൽ പാരന്റ് റോക്കിന് തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുമ്പോൾ റെസിഡ്യുവൽ സോയിൽ. ഓക്കെ, ഇവിടെ എന്താണ്? ഇത് വളരെ കുറച്ചേ കാണത്തുള്ളൂ. വെരി ലെസ് ഓർ നോ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു നദി എടുക്കുവാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നദി വർഷങ്ങളോളം ആവട്ടെ അല്ലെങ്കിൽ കുറെ സ്ഥലത്തുനിന്ന് സാധനങ്ങളും പൊക്കിയാണ് വരുന്നത്. മണ്ണെടുക്കും, ഒരുപാട് സാധനങ്ങൾ അതിൽ കാണും. ഇപ്പൊ തന്നെ നമ്മൾ തോടിനൊക്കെ മേഴഞ്ച തോട്, അതിൽ ഒരുപാട് വേസ്റ്റും പേറിയല്ലേ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണിനെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ എവിടെ പോകുന്നു? ഡെസേർട്ടിൽ പോവുകയാണെങ്കിൽ മണലിന് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും പൊടിക്കാറ്റൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ മണ്ണിനെ എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ ഈ റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. പാരന്റ് റോക്കിന് തൊട്ടടുത്ത് കിടക്കുക. അപ്പൊ വന്ന് വീണ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറന്നൊക്കെ പോവും. പിന്നെന്താണ്? മോർ ഫെർട്ടൈൽ ആണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ് റെസിഡ്യുവൽ സോയിൽ. ഓക്കെ, അടുത്തത്
ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ട്രാൻസ്പോർട്ടഡ് സോയിൽ. അതെന്തുമായിരിക്കും? ഇങ്ങനെ നദിയാവട്ടെ എല്ലാവരും സഞ്ചരിച്ചു വരുന്ന മണ്ണ്, അതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. സോയിൽ വിച്ച് ട്രാൻസ്പോർട്ടഡ് എവേ ഫ്രം ദ പാരന്റ് റോക്ക്. പാരന്റ് റോക്കിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ചു വരുന്ന മണ്ണാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. During transportation, the soil mixed up and it is heterogeneous in nature. അപ്പം ഈ മണ്ണ് മിക്സ് ആവും, പലതരം മണ്ണിനോട് മിക്സ് ആവും. അപ്പോ എല്ലാത്തിനോടും മിക്സ് ആവുന്നതുകൊണ്ട് അതെന്താവുന്നു? ഒരു ഹെട്രോജീനസ് ഇൻ നേച്ചർ. ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ഒരാളല്ലേ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ 6 ടൈപ്സ് ബേസ്ഡ് ഓൺ ദി ഏജന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ പല ഏജൻസ് ഞാൻ പറഞ്ഞു, കാറ്റ് കൊണ്ടുവരും, കാറ്റ് പറത്തിക്കൊണ്ടുവരും മണ്ണിനെ, നദി കൊണ്ടുവരും, പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങള് ഈ മണ്ണിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ അതനുസരിച്ച് നമ്മൾ 6 രീതിയിൽ മണ്ണിനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏത് മണ്ണിനെയാണ്? ട്രാൻസ്പോർട്ടഡ് സോയിലിനെ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ കൊളൂവിയൽ സോയിൽ, ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റി. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളെ പേരന്റ് റോക്ക് ഒരു കുന്നിന്റെ മുകളിലായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും മോനമ്പത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. അപ്പൊ ഗ്രാവിറ്റി കാരണം അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു തറയിലോട്ട് തന്നെ വീഴും. അപ്പൊ ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റി, അതാണ് കൊളോവിയൽ സോയിൽ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ അലുവിയൽ സോയിൽ, എക്കൽ മണ്ണ്. നമ്മൾ പറയും അലുവിയൽ സോയിലാണ് നമ്മുടെ നെൽകൃഷിക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയും. അതാണ് ട്രാൻസ്പോർട്ടഡ് ബൈ വാട്ടർ. വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്ന, നമ്മളെ നദികളാവട്ടെ അതൊക്കെ ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണാണ് അലുവിയൽ സോയിൽ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്ലേസിയൽ സോയിൽ. ഗ്ലേസിയൽ സോയിൽ എന്ന് പറയുമ്പോൾ മഞ്ഞ്, ട്രാൻസ്പോർട്ടഡ് ബൈ ഐസ്. ഓക്കെ, അടുത്തത് എയോളിയൻ സോയിൽ, ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ്. ഞാൻ പറഞ്ഞു കാറ്റടിച്ച് പോകുന്ന മണ്ണ്. ഇനി വോൾക്കാനിക് സോയിൽ, ട്രാൻസ്പോർട്ടഡ് ബൈ മാഗ്മ, ലാവ. ഈ ലാവയാവട്ടെ മാഗ്മയാവട്ടെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വോൾക്കാനിക് സോയിൽ. ഓക്കെ, അതാണ്. ഇനി ലാസ്റ്റ് ലാക്വസ്ട്രിൻ സോയിൽ, ട്രാൻസ്പോർട്ടഡ് ബൈ ലേക്ക്. ലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, കായലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ലാക്വസ്ട്രിൻ സോയിൽ. ഓക്കെ, അങ്ങനെ 6 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസ്പോർട്ടഡ് സോയിലിന് വരുന്നത്, ബേസ്ഡ് ഓൺ ദ ഏജൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയുക, സബ് സിസ്റ്റത്തിൽ ലിതോസ്ഫിയർ പഠിച്ചു. ആ ലിതോസ്ഫിയർ കംപ്ലീറ്റ് പഠിച്ചു. ലിതോസ്ഫിയറിൽ നമ്മൾ മിനറൽസിനെ കുറിച്ച് പഠിച്ചു.